2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 6ാം മത്സരത്തിന് ഇന്നിറങ്ങുകയാണ് രാജസ്ഥാൻ റോയൽസ്. വൈകിട്ട് 3:30 ആരംഭിക്കാനിരിക്കുന്ന മത്സരത്തിൽ കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് സഞ്ജുവിന്റെയും സംഘത്തിന്റെയും എതിരാളികൾ. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ടീമാണ് RCB. രാജസ്ഥാൻ റോയൽസ് ആകട്ടെ 7ാം സ്ഥാനത്താണ്. ഇന്നത്തെ കളിയിൽ ഏതു വിധേനയും ജയിക്കേണ്ടത് രാജസ്ഥാൻ റോയൽസിന് അനിവാര്യമാണ്. അവസാന കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് രാജസ്ഥാൻ റോയൽസ് RCBയെ നേരിടാനിറങ്ങുന്നത്. ഇന്നത്തെ കളിക്ക് മുൻപ് റോയൽസിന് വലിയ ആശ്വാസം സമ്മാനിക്കുന്നതാണ് ഒരു സൂപ്പർ താരത്തിന്റെ തിരിച്ചുവരവ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ ഇല്ലാതിരുന്ന ഒരു താരം RCBക്കെതിരായ കളിയിൽ രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് തിരിച്ചെത്തുകയാണ്. ശ്രീലങ്കൻ സൂപ്പർ താരം വനിന്ദു ഹസരംഗയാണ് രാജസ്ഥാൻ റോയൽസ് നിരയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നത്. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് പോയതിനാൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരം ഹസരംഗയ്ക്ക് നഷ്ടമായിരുന്നു. ഇത് ടീമിന്റെ ബൗളിംഗ് കരുത്തിനെ നന്നായി ബാധിക്കുകയും ചെയ്തു. എന്നാൽ RCBക്കെതിരായ കളിക്ക് മുമ്പ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ ഹസരംഗ സെലക്ഷൻ ലഭ്യമാണെന്ന് വ്യക്തമാക്കിയ സഞ്ജു ഓവർ നിരക്കിന്റെ പേരിൽ ഇനിയും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ടീം വേഗത്തിൽ ഓവറുകൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കൂട്ടിച്ചേർത്തിരുന്നു. കഴിഞ്ഞ കളിയിൽ അനുവദിച്ച സമയത്ത് 20 ഓവറുകൾ പൂർത്തിയാക്കുന്നതിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടതോടെ സഞ്ജു സാംസണ് 24 ലക്ഷം രൂപയാണ് BCCI പിഴയിട്ടത്. ഈ സീസൺ IPLൽ ഇത് 2ാം തവണയാണ് രാജസ്ഥാൻ റോയൽസ് ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു ആദ്യത്തേത്. അന്ന് ടീമിന്റെ താൽക്കാലിക ക്യാപ്റ്റനായിരുന്ന റിയാൻ പരാഗിന് 12 ലക്ഷം രൂപയായിരുന്നു പിഴയൊടുക്കേണ്ടി വന്നത്. സഞ്ജു സാംസണ് മാത്രമല്ല ടീമിലെ മറ്റ് കളിക്കാർക്കും ഓവർ നിരക്കിലെ വീഴ്ചയ്ക്ക് പിഴയൊടുക്കേണ്ടതായി വന്നു. മാച്ച് ഫീയുടെ 25% അല്ലെങ്കിൽ 6 ലക്ഷം രൂപയോ ആണ് ഇമ്പാക്ട് പ്ലെയർ അടക്കമുള്ള കളിക്കാർ പിഴയായി നൽകിയത്. ഹസരംഗയുടെ തിരിച്ചുവരവ് അടുത്ത കളിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് കരുത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. IPL മെഗാലയത്തിൽ വമ്പൻ തുകയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ താരമാണ് ഹസരംഗ. 2025 സീസൺ IPLൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 3 മത്സരങ്ങൾ കളിച്ച ഹസരംഗ 6 വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 4 വിക്കറ്റുകൾ താരം പിഴുതിരുന്നു. IPLൽ മൊത്തം 29 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഹസരംഗ 41 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം. ജയ്പൂരിൽ ഈ സീസണിലെ ആദ്യ മത്സരം കൂടിയാണിത്. ആകെ 57 മത്സരങ്ങളാണ് ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസ് കളിച്ചിട്ടുള്ളത്. ഇതിൽ 37 കളികളിൽ വിജയിച്ചപ്പോൾ 20 കളികളിൽ തോറ്റിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ മികച്ച റെക്കോർഡാണ് രാജസ്ഥാന് ജയ്പൂരിലുണ്ടായിരുന്നത്. 2024 സീസൺ IPLൽ ഇവിടെ കളിച്ച 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും വിജയം നേടാനായിരുന്നു. 2025 സീസണിൽ 2 കളികൾ തുടർച്ചയായി തോറ്റുകൊണ്ട് തുടങ്ങിയ ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ്. എന്നാൽ ഇതിനുശേഷം 2 കളികളിൽ തുടർച്ചയായി ജയം നേടാനും സാധിച്ചിരുന്നു. എന്നാൽ 5ാമത്തെ കളിയിൽ വീണ്ടും കാലിടറി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആകട്ടെ മിന്നും ഫോമിലാണ് 2025 സീസണ് തുടക്കം കുറിച്ചത്. ആദ്യ 2 കളികളിലും വിജയിച്ച RCB 3ാം മത്സരത്തിൽ പരാജയപ്പെട്ടു. 4ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയ ടീം 5ാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് തോൽക്കുകയായിരുന്നു. കിടിലൻ ഫോമിലുള്ള ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 58 റൺസിന്റെ പരാജയമായിരുന്നു റോയൽസിന് അവസാന കളിയിൽ നേരിടേണ്ടി വന്നത്. വമ്പൻ പരാജയം നേരിട്ടതോടെ ടീമിന്റെ നെറ്റ് റൺ റേറ്റും ഇടിഞ്ഞിട്ടുണ്ട്. സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ചേർന്ന് തന്നെയായിരിക്കും ഈ കളിയിലും രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. ഈ സീസണിൽ ഒരു കളിയിൽ മാത്രം തിളങ്ങിയ യശസ്വി ജയ്സ്വാളിൽ നിന്ന് ഒരു കിടിലൻ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. നിതീഷ് റാണയായിരിക്കും 3ാം നമ്പറിൽ. ചെന്നൈക്കെതിരായ ഇന്നിംഗ്സ് മാറ്റി നിർത്തിയാൽ നിതീഷിനും ഈ സീസൺ നിരാശാജനകമാണ്. റിയാൻ പരാഗ് പിന്നാലെ ഇറങ്ങിയേക്കും. ധ്രുവ് ജൂറലും ഷിംറോൺ ഹെറ്റ്മയറുമായിരിക്കും മധ്യനിരയിലെ മറ്റു ബാറ്റർമാർ. കഴിഞ്ഞ കളിയിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടിയ ഹെറ്റ്മയർ ഇപ്പോൾ മികച്ച ഫോമിലാണ്.